സുഖമായിരിക്കണോ? ഒരുപാട് നാളായി കണ്ടിട്ട്. നമ്മൾ എവിടെ വെച്ചായിരുന്നു? എറണാകുളത്ത് കുഞ്ഞളിയൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് ഇതുപോലൊരു പ്രോഗ്രാമിനും വന്നിട്ട് ഒരു വർഷം ആവുന്നു. ഒരു വർഷം. അപ്പൊ ചേട്ടന്റെ പരിപാടി തുടങ്ങിയത് തന്നെ വളരെ സന്തോഷം. വളരെ സന്തോഷം സിറാജിന് എനിക്ക് എത്രയോ വർഷങ്ങൾ കൊണ്ട് അറിയാം. ഇപ്പം 40 വർഷമായിട്ട് ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, സിറാജ് ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല, അതായത് അവതരിപ്പിക്കാത്ത കഥാപാത്രങ്ങളില്ല. അതായത് ആരെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിറാജിൻ്റെ വിരൽത്തുമ്പിൽ വളരെ ഈസി ആയിട്ട് വരുന്നൊരു പ്രതിഭാസമാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ അമൃതയുടെ പ്രേക്ഷകർക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ് സിറാജ് ഇന്നിവിടെ പറയാം നേടാം എന്ന ഈ ബിഗ് ഗെയിം ഷോയിൽ വന്നത്. തീർച്ചയായിട്ടും നമുക്ക് തകർക്കാം. പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ പീരീഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണുമല്ലോ. ഒരുപാട് നന്ദിയുണ്ട് എന്നെ ക്ഷണിച്ചതിന്. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷം. അപ്പം സിറാജ്, എന്തൊക്കെയുണ്ട് മറ്റു വിശേഷങ്ങൾ? എന്തോ വിശേഷം? പ്രോഗ്രാമൊന്നും ഇല്ലാത്തതൊരു വിശേഷം, അങ്ങനെ ഒരു വിശേഷം. ഇപ്പം ശരിക്കും 40 വർഷമാണോ അതിനു മുമ്പ് തുടങ്ങിയോ? അതിനു മുമ്പ് തുടങ്ങി. ഇപ്പൊ പറയാനൊരു സുഖമുള്ള റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് 40 വർഷം. ഞാനൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ കൊച്ചിൻ അനീഫൊക്കെ മിമിക്രി പറഞ്ഞു തുടങ്ങുന്ന, ഞാൻ ആദ്യമായിട്ട് ലൈവായിട്ട് മറ്റൊരാളുടെ മിമിക്രി കാണുന്നത് കൊച്ചിൻ അനീഫക്കയുടെയാണ്. റേഡിയോയിൽ കൂടെ ആദ്യമായിട്ട് ആലപ്പി അഷ്റഫിന്റെ മിമിക്രി കേട്ടു. ടെലിവിഷൻ ഒന്നും പ്രചാരത്തിലായിട്ടില്ല. കൊല്ലത്തൊരു അവാർഡ് ഫംഗ്ഷന് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ അവാർഡ് നസീർ സാറിന്. അപ്പോൾ നസീർ സാറിനെയൊക്കെ നേരിട്ട് കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ആ കാലത്ത്. അപ്പോൾ നസീർ സാറൊക്കെ ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ, നസീർ സാറ് പ്യൂമറൊക്കെ ഇങ്ങനെ സദസ്സിലിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് കൊച്ചിൻ അനീഫ എക്സ്ക്യൂസ് മീ നസീർക്ക എന്ന് പറഞ്ഞിട്ടാണ് ഓരോ താരങ്ങളെ വരുന്നത്. അതാണ് ഞാൻ ആദ്യം കാണുന്ന മിമിക്രി എന്താണെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു ഘട്ടത്തിലാണ് മിമിക്രി പറഞ്ഞത്. പ്രചാരത്തിൽ ഇല്ലായിരുന്നു മിമിക്രി പണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്പലത്തിൽ തൈക്കാട് അമ്മൻകോവിൽ, എൻ്റെ അടുത്തായിരുന്നു എൻ്റെ കുടുംബ വീട്. അപ്പോൾ അമ്മൻകോവിലിൽ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാസിൽ സാറ്, നെടുമുടി വേണിച്ചേട്ടന്, പിന്നെ ആരാണ്, അങ്ങനെ EC തോമസ്, പിന്നെ 1-2 പേരുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ ഈ മിമിക്രി കാണിക്കാൻ വന്നിട്ടുണ്ട്. ഇവരെല്ലാം മിമിക്രി രംഗത്തുണ്ടായിരുന്നവരായിരുന്നു. ആലപ്പി അഷ്റഫ് ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്. ആലപ്പുഴയുള്ള എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, സിറാജിനെ പോലെ മിമിക്രോ എന്നൊരു 2 ടീമുണ്ട്, ഫസിലൻ വേണു. അതെ, ഫസിലൻ നെടുമുടി വേണും ഫാസിലും ഒക്കെ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു നർമ്മരസം ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എനിക്ക് ജഗന്നാഥൻ സാറിനെ പറ്റി ഓർക്കുമ്പോൾ പണ്ടോട്ടേ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ മകനെ അറിയാം, കുടുംബം അറിയാം, എല്ലാം അറിയാം. ഞാനൊരു സിനിമയെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. പ്രൊഡ്യൂസർ എന്ന നാമധേയത്തിൽ ഞാൻ എത്തിപ്പെട്ടു. അർദ്ധനാരി, അതിനകത്ത് ജഗന്നാഥൻ സാറ് അഭിനയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരുന്നു. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ പെൺവേഷത്തിൽ, അതായത് ഹിജറ വേഷത്തിൽ, അത് അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരുന്നു. അതുപോലെ തന്നെ സുകുമാരി ചേച്ചി, അവരും അവരുടെ ലാസ്റ്റ് ഫിലിമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ആ പടത്തിലായിരുന്നു അവസാനമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ നമുക്കൊരു പുതിയ ഐറ്റം എന്തെങ്കിലും ഒന്ന് നമുക്കങ്ങോട്ട് കൊടുത്താലോ നമ്മുടെ പ്രേക്ഷകർക്ക്? അതായത് മധുച്ചേട്ടൻ്റെ എന്തെങ്കിലും അതിൽ തുടങ്ങിയ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമുള്ള. അല്ല, മധുച്ചേട്ടനിൽ തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ട്, ചർച്ച, സിനിമാ താരങ്ങൾ തമ്മിലുള്ള ചർച്ച. അതിന്റെ ക്ലൈമാക്സിൽ ചേട്ടൻ വരുന്നതായിട്ടാണ്. എനിക്ക് വലിയ സന്തോഷം. അല്ല, ഞാൻ ധൈര്യമായിട്ട് അത് പറയാമെന്ന് വിചാരിച്ചത് വേറൊന്നുമില്ല. ചേട്ടന്റെ മുമ്പിൽ നിന്ന് എത്രമാത്രം കളിയാക്കിയാലും ചേട്ടൻ അതൊക്കെ വളരെ ആസ്വദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ ഫിഗർ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ മറ്റ് പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് ചേട്ടൻ അതിഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് എഴുതിയത് ഇങ്ങനെ ഇതിന്റെ ക്ലൈമാക്സിൽ ചേട്ടൻ വരുന്ന പോർഷൻ എഴുതിയത് ചേട്ടന്റെ വോയിസ് അത്ര പെർഫെക്ഷൻ അല്ലാന്ന് തോന്നിയോണ്ട് ഞാൻ മാറ്റിവെച്ച സംഭവമാണ്. പക്ഷെ ഏതായാലും ഇന്ന് ഞാൻ എടുത്തിട്ട് പൊട്ടിക്കും. കുറെ സ്റ്റാർ വരുന്നതാണ്, പക്ഷെ അത് ഞാനൊന്ന് ചുരുക്കി 2-3 താരങ്ങളിൽ ആക്കിയിട്ട്. പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ 98ാം വാർഷികത്തോടനുബന്ധിച്ച് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പാടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആരാ ഇവിടെ മുട്ടുകാലിൽ നടന്നു വരുന്നത്
കൊച്ചുപ്രേമനായിരുന്നു. വരണം മിസ്റ്റർ കൊച്ചുപ്രേമൻ. അപ്പയ്യേ മധുമച്ചമ്പിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടു. ഇത്തിരി പൊക്കം കുറഞ്ഞു പോയത് കൊണ്ട് ഇങ്ങനെ കളിയാക്കരുത് കേട്ടു. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. കൊച്ചുപ്രേമൻ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തൊട്ടില്ല മുട്ടിട്ടു വല്ലു മേലാകെ എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു. സ്റ്റേജിൽ ഗാനമേള നടക്കുമ്പോൾ ആ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. ആരാ ഇവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നത്? ധൈര്യമായിട്ട് കടന്നു വരൂ. ബാബു നമ്പൂതിരിയായിരുന്നു. വരണം മിസ്റ്റർ നമ്പൂതിരി. ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരി. മലയാള സിനിമയുടെ 98ാം വാർഷികം എന്ന് കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചൊന്ന് കാളി. പിന്നെ സ്റ്റേജിൽ കയറി പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോഴാണ് കത്തിൽ വീണ്ടും കൂടിയത്. എല്ലാവരും പാടുമ്പോൾ ഞാൻ പാടാതിരുന്നാൽ മോശമല്ലേ? അതുകൊണ്ടൊരു ഹിന്ദി പാട്ടങ്ങ് പാടിയേക്കാം. യൂപ്പത്തരാ മസ്താന പ്യാര് മേരാ ദീവാന ബോലുകോയേ ഹം സേന ഹോഗയി. വളരെ മനോഹരമായിരിക്കുന്നു. മേലിൽ ആവർത്തിക്കരുത്. ഏതായാലും ചിരിക്കുട്ടൻ വന്ന സ്ഥിതിക്ക് എൻ്റെ പാട്ട് ഞാനങ്ങ് പാടിയേക്കാം. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എന്തോ കപ്പലാ ഉണ്ടാക്കിയത്? ഇതൊരു 10,000 രൂപയ്ക്ക് വേണ്ടിയില്ലല്ലോ ഈ കപ്പല്. പൂമരം കൊണ്ടുള്ള കപ്പലാകുമ്പോൾ ഇങ്ങനെയിരിക്കൂ. ഏതായാലും പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് ലോലപ്പൻ ചേട്ടാ അടി ഒരു പൂക്കുറ്റി. കപ്പലിനാണേൽ ആ കുപ്പായക്കാരി പങ്കായം പോക്കി ഞാനൊന്ന് നോക്കി. മോനെ മധുക്കുട്ട ചക്കരെ അവസാനത്തെ വരി ഒന്നുകൂടൊന്ന് പാടിയേ. പങ്കായം പോക്കി ഞാനൊന്ന് നോക്കി. പങ്കായ ഇത്രയും പൊക്കിയാൽ പോരാ മോനെ, കുറച്ചുകൂടെ പൊക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് പഴയ പങ്കായമാണ്. ഇത്രേ പൊക്കാൻ പറ്റൂ. എല്ലാത്തിനെയും കൊന്നുകളയാൻ ഞാൻ. നസീർ സാറിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒത്തിരി സ്റ്റേജുകളിൽ ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അനുകരിച്ചിട്ടുള്ളത് നസീർ സാറിനെയാണ്. കാര്യം അന്ന് തൊട്ടേ നസീർ സാറിനെ പറഞ്ഞു തുടങ്ങിയത്. അതെ. അന്ന് തൊട്ടേ ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ നമുക്ക് നസീർ സാർ ഈ പറയാം നേടാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു 10 വാക്ക് സംസാരിക്കുന്നത്? ഒത്തിരി പറയാനും ഒരുപാട് നേടാനുമുള്ള ഒരു പരിപാടിയാണ് മിസ്റ്റർ MG ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം പണം നേടാം എന്നുള്ളത്. ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അമൃത TVക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പം നസീർ സാറിനെ കൊണ്ടുവന്ന് പറയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ എനിക്ക് ചോദ്യം ചോദിക്കുന്നതിനെക്കാട്ടിൽ ഞാനിവിടെ രസിച്ചിരിക്കുന്നത്, ഒരുപക്ഷെ ഞാനല്ല, നമ്മുടെ ഇതിൻ്റെ പ്രേക്ഷകരെല്ലാം രസിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ ഓഫ് ആർട്ടിസ്റ്റാണ്. അല്ല, എനിക്കും സന്തോഷമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് മിമിക്രിയൊക്കെ പറയുന്നത്. ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മിമിക്രി മത്സരം എവിടെ ഉണ്ടായാലും ഞാൻ പോയി മത്സരിക്കും. അന്നൊക്കെ ഈ ലളിതഗാന മത്സരത്തിന് മാർക്കോസ് വരാറുണ്ട്, ഞാൻ അവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ കൊല്ലത്ത് ഫൈനാൻസ് സൊസൈറ്റി നടത്തിയ ഒരു മിമിക്രി മത്സരം എനിക്ക് നല്ല ഓർമ്മ വരികയാണ്. അത് 3 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ആദ്യം മത്സരിച്ചപ്പം നമ്മുടെ മുകേഷ് ഉണ്ടായിരുന്നു. മുകേഷ് നമ്മുടെ സിനിമാ താരം MLA ഒക്കെ മുകേഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റും മുകേഷിന് സെക്കൻഡും ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് കൊല്ലത്തൊക്കെ. പിന്നെ ഞാനും മുകേഷ് അല്ല, അത് പുള്ളി അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. കൊല്ലം SN കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്ന് പറഞ്ഞു. ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ അവരെ എല്ലാം തകർത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നാണ് മുകേഷ് പറയുന്നത്. അല്ല, അത് കോളേജ് വെച്ച് നടന്നൊരു മിമിക്രി മത്സരം മുകേഷിന് ഫസ്റ്റ് കിട്ടിയായിരുന്നു, യൂണിവേഴ്സിറ്റി. പക്ഷെ അന്ന് മത്സരിക്കാൻ ആരും കണ്ടു കാണത്തില്ല. അതിനു മുമ്പ് അല്ല, അതുപോലെ മുകേഷിന്റെ ശബ്ദം മിമിക്രി വേദിയിൽ ആദ്യം ഞാനാണ് അനുകരിക്കുന്നത്. ആണല്ലേ? അനുകരിക്കുകയും ചെയ്തു. ഞാൻ മുകേഷിനെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അന്ന് ഈ വന്ദനം സിനിമ റിലീസായ സമയമായിരുന്നു. അതിലെ ഡയലോഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് ശേഷം
ഇഷ്ടംപോലെ ആൾക്കാർ മുകേഷിൻ്റെ പറഞ്ഞുകൂടെ. മിമിക്രി എന്ന് പറയുന്നത് അങ്ങനെയാണ്, പറയാൻ ശ്രമകരമായ ഒരു സംഭവം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി. അതെ, വന്ദന സിനിമയിലെ ഇപ്പോഴത്തെ വോയിസ് അല്ല, അപ്പോഴത്തെ. നിനക്കെന്നെ മനസ്സിലായോടെ പുല്ല്. നില്ല്. അളിയനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അളിയനിപ്പോഴും ആ പഴയ സ്വഭാവമൊക്കെ ഉണ്ടല്ലേ? ചെന്നാട്ടെ. മുകേഷിൻ്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ. മുകേഷ് ഒരുപാട് കൊല്ലത്ത് ഉള്ള കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. അല്ല, യൂണിവേഴ്സിറ്റി മിമിക്രി ഈ ആദ്യമൊക്കെ മോണോ ആക്ട് ആയിരുന്നു. മോണോ ആക്ട് മത്സരം ഉണ്ടായിരുന്നു. കോളേജിൽ മിമിക്രി മത്സരം ഇനി അല്ലായിരുന്നു. അപ്പോൾ അപ്പോഴും മോണോ ആക്ടിൽ മിമിക്രിയാണ് ചെയ്തുകൊണ്ടിരുന്ന പലരും. അങ്ങനെ വീണ്ടും മിമിക്രി മത്സരം ഇനം ആയപ്പോൾ മുകേഷ് മത്സരിച്ചു. യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ 1ാം സമ്മാനം കിട്ടി. SN കോളേജ് വെച്ചായിരുന്നു അത്. അപ്പം 40 വർഷമായിട്ട് സിറാജ് മിമിക്രിയൊക്കെ പറയുന്നുണ്ട്. അതിലെല്ലാം അഗ്രഗണ്യനാണ്. പക്ഷേ എൻ്റെ ഒരു ചോദ്യത്തിന് താങ്ങാൻ പറ്റുമോ? എന്താണ്? ചോദിക്കാൻ പോവാം. തവളയുടെ മുമ്പിലും കഴുതയുടെ പുറകിലും ഒരു സാധനമുണ്ട്. എന്താന്ന് പറയാം? തവളയുടെ മുന്നിലും കഴുതയുടെ പുറകിലും ഒരു സാധനമുണ്ട്. എന്തൊരു ക്ലൂ തന്നാൽ ഞാനൊന്ന് ശ്രമിക്കാം. അല്ല, വേറൊന്നുമല്ല, TV ആയതുകൊണ്ട് ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ചോദ്യം തന്നെയാണ് അതിൻ്റെ ക്ലൂ. തവളയുടെ മുമ്പിലും കഴുതയുടെ പുറകിലും ഒരു സാധനം ഇങ്ങനെ കിടപ്പുണ്ട്. പറയട്ടെ? പറഞ്ഞു. കഴിഞ്ഞു. ഞാനത് ആലോചിച്ചാണ്. കഴുത, തവള. തവളയുടെ മുമ്പിലും കഴുത അതിന്റെ പുറയിലും. പിന്നെ ഞാൻ ഈ സാധനമാണ് കറക്കി കളഞ്ഞത്. അതെ. അപ്പൊ സിറാജെ, ഞാൻ കേട്ടിട്ടുണ്ട് നെടുമുടി വേണുവിൻ്റെ വളരെ ക്ലിയറായിട്ട് എത്രയോ നാളുകൾ കൊണ്ട് പറയും. അതുപോലെ തന്നെ രാഘവൻ, ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് താങ്കളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയും. വേണുചേട്ടൻ്റെ പറയാത്ത സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും പറയുന്നതാണ്. വേണുചേട്ടൻ്റെ ഫിഗർ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരും വേണുചേട്ടൻ്റെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഒരു വടക്കൻ വീരഗാഥയിൽ മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട്. മമ്മൂക്കയുടെ ഞാൻ പറയുന്നില്ല, ഡയലോഗ് മാത്രം പറയും. അത് ഡയലോഗ് ആദ്യത്തെ പോർഷൻ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് ഒരു നമ്മൾ സിസ്റ്റത്തിലൊക്കെ മമ്മൂക്ക പറയാൻ ഏക്കത്തോളൂ. അപ്പോൾ ആ ഡയലോഗ് വേണുചേട്ടൻ്റെ ശൈലിയിൽ പറയുമ്പോൾ, എന്താ ഇത്? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഇരുമ്പാണി തട്ടുക, എന്നിട്ട് മുളയാണിയാക്കുക, പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുക്കുക. 16 പണം പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല. ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് കുറച്ചുണ്ട്, ഞാനത് ചുരുക്കിയതാണ്. രാഘവൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നസീർ സാറിന്റെ കാലഘട്ടത്തിൽ വന്ന ന്യൂ ജനറേഷൻ നടനാണ്. ഓരോ സമയത്ത് അപ്പൊ രാഘവൻ ചേട്ടന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡയലോഗ് നല്ല അക്ഷര സ്ഫുടതയോടെ പറയുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഡയലോഗ് രാഘവൻ ചേട്ടന്റെ ശബ്ദത്തിൽ പറയുമ്പോൾ, ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളയ്ക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവനാ ചന്തു. മാറ്റ ചുരുക ചോദിച്ചപ്പോഴൊക്കെ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവനാ ചന്തു. പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാടൻ നിങ്ങളുടെ നാട്ടിൽ. അംഗമുറ കൊണ്ടും ആയുധ ബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങി പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഇത് ഒരുപാട് സ്റ്റേജസിൽ പോയിട്ടുണ്ടല്ലോ ഇപ്പം, അല്ലേ? കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള എല്ലാ ഒരുപാട് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഏതാണ്? അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഗംഭീര ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്നും അത്രയും ജനങ്ങളൊന്നും ഒരു അമ്പലത്തിലും പ്രോഗ്രാം കാണാൻ വരത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ സിനിമാ താരങ്ങളെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞ് ശേഷം വീണ്ടും എനിക്കൊരു തുണ്ട് വന്നു, സുകുമാരനെ ഒന്നുകൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ മിമിക്രി നമ്മൾ ഒന്നുകൂടി അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നൊരു സംഭവമുണ്ട്. ഒന്നുകൂടെ പാടും, വീണ്ടും പാടിക്കും. അവസാനം നീ നന്നായിട്ട് പാടിയിട്ട് പോയാൽ മതി
അങ്ങനെ ഞാനൊരു ഗായകനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതതുപോലൊന്നുമല്ല, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സുകുമാരൻ സാറിനെ ഒന്നുകൂടെ അവതരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സുകുമാരൻ്റെ ശബ്ദം ഇപ്പം കേട്ടേ പറ്റൂ. അതായത് പരലോകം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വൺമാൻ ഷോ ചെയ്യുമ്പോൾ 2-3 സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ മരിച്ചുപോയ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സുകുമാരൻ സാറ് പരലോകത്തൊരു തട്ടുകട ആരംഭിച്ചു. തട്ടുകടയുടെ പേര് വാചാലം. വേറെ കുറേ സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് മൊയ്തീലിലെ ഡയലോഗ് പറയുന്നുണ്ട്. അതിൽ കുറേ കാലമായി ഇത് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പറയാം സുകുമാരൻ സാറിൻ്റെ. അയ്യോ പാവം, അല്ല ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത്? നസീർ സാറും ശങ്കരാടി ചേട്ടനും MG സോ വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? അല്ല ഇതാര് വിജയശ്രീയോ? അമ്പടി കള്ളി, ആ നീ അങ്ങ് കയറി കനത്ത് പോയല്ലോടെ കൊച്ചേ. ആ വന്നാട്ടെ ഇരുന്നാട്ടെ. വിജയശ്രീക്ക് കഴിക്കാൻ പുട്ടും പയറും പപ്പടും, പിന്നെ 2 പഴവും. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, ചെല്ല പോ. അവിടെ ഇങ്ങനെ പല താരങ്ങളും വരുന്നതായിട്ടാണ് സ്റ്റേജിൽ ചെയ്തത്. അവിടെ ഏത് താരം വരുന്നതായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ഏത് താരം ചെയ്യാൻ പറ്റും? സ്റ്റാർ KP ഉമർ വരും, MS വരും. സുകുമാര, നിന്റെ തട്ടുകട വളരെ ഗംഭീരമായിരിക്കും, പക്ഷേ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ ചായ അടിക്കാൻ നിൽക്കുന്ന കുട്ടപ്പനെയും സപ്ലയർ വാസുവിനെയും നീ പിരിച്ചുവിടും. പകരം 2 ലേഡീസ് സ്റ്റാഫിനെ ഞാൻ നിനക്ക് തരും. ഒന്നൊരു സൗദാമിനി, മറ്റൊന്നൊരു ശാരദ. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കൂടെ വന്നു. സൗദാമിനി, നിന്റെ ചായക്ക് കടുപ്പം പോരാ. ശാരദേ, ഞാനൊരു വികാര ജീവിയാണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഇത് നീ അംഗീകരിച്ചില്ലെങ്കിൽ നിന്റെ തട്ടുകടയിൽ ഞാൻ പൂഴിമണ്ണ് നിറയ്ക്കും. അടുത്താരാ വരുന്നത്? പ്രസാദ് സാറ് വരുന്നുണ്ട്. പ്രസാദ് സാറ്, സുകുമാരൻ അല്ലേ? ഞാൻ പ്രസാദ്, നരേന്ദ്ര പ്രസാദ്. സുകുമാരൻ്റെ തട്ടുകട എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പവും പുട്ടും ദോശയും ഇഡ്ഡലിയും സാമ്പാറും. പക്ഷേ ഇതിവിടെ നടക്കില്ല. പൊളിച്ചുകൊണ്ട് പോകുന്നതാണ് നിനക്ക് നല്ലത്. നന്നായിട്ടുണ്ട്. നമ്മുടെ തട്ടുകട അവിടെ കിടക്കുന്നു. അവിടെ ഉണ്ട്. അപ്പൊ ആ തട്ടുകടയിൽ അടുത്താരാണ് വരുന്നത്? MS ചേട്ടൻ, ആലിമൂടൻ ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞു. MS ചേട്ടൻ വന്നിട്ട് ഒരു 2 പേരെ കൂടെ വരുത്തിക്കൂ. തട്ടുകടയുടെ ഉദ്ഘാടനത്തിന് MS ചേട്ടൻ വരുന്നതായിട്ടാണ്. MS തൃപ്പൂണിത്തുറ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുകുമാരൻ്റെ തട്ടുകടയുടെ ഉദ്ഘാടനത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ടുപാട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സരക്ക് വെച്ച് വറുത്ത കോഴി മുളക് പോട്ട് എടുത്തു വെച്ചു. കോഴി രുചിയായിരുന്ന കോഴിയരക്ക്. സുകുമാരൻ്റെ തട്ടുകടയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. MS ചേട്ടൻ്റെ ഈ കോഴി രുചിയായിരുന്ന കോഴിയനക്ക് ആ ഒരു ശൈലി പറയാൻ നല്ല സുഖമാണ്. ആലിമൂടൻ ചേട്ടൻ വന്നിട്ട് പെരുത്ത് പുഷി. സുകുമാര സാറേ, 2 രൂപ എടുക്കാനുണ്ടോ കയ്യിൽ? 2 രൂപ ഇല്ലെങ്കിൽ 2 അപ്പം തന്നാലും മതി. ആഹാ, സുകുമാരന്റെ അപ്പം നല്ല ചൂടപ്പം. ആഹി വാഹി കാഹി കൂഹി. ബാക്കിലൊക്കെ പോയിട്ട് ആലിമൂടൻ ചേട്ടന്റെ വലിയ നീളമുള്ള സ്റ്റെപ്പാണ്. അതെ ഇങ്ങനെ പിടുത്തമുണ്ട്. അതെ. ഇനിയിപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനെ ഒന്ന് അനുകരിച്ചാലോ? ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ എന്നെ ചെയ്തു, അതെ, അണ്ണാച്ചി ചെയ്തു. അപ്പം ദാസേട്ടനും കൂടി ഇരുന്നോട്ടെ. ദാസേട്ടന് ഞാൻ പ്രോഗ്രാം തുടങ്ങുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വൺമാൻ ഷോ തുടങ്ങിയാൽ അത് മറ്റേ ഗ്രൂപ്പായിട്ടുള്ള ഷോ തുടങ്ങുമ്പോൾ ആദ്യം ദാസേട്ടൻ്റെ പറയും. കാര്യം ദാസേട്ടൻ്റെ പറഞ്ഞൊരു കൈകേടി ഇഞ്ഞ് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു എനർജിയാണ്. അതെ, ദാസേട്ടൻ്റെ ഫിഗറും ഞാൻ ചെയ്യാറുണ്ട്. അതെ, കാരണം കറക്റ്റാണ്. താടിയും ബാക്കി ഇതെല്ലാം ഉണ്ടല്ലോ. ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളയും ഇട്ട് ബാക്കിലൊരു ക്ലിപ്പും കൂടെ വെച്ച് കഴിയുമ്പം ദാസേട്ടനായി. പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി വേദിയിൽ വന്ന് നിന്ന്
അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ ഇടയ്ക്കെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് പറയുമ്പോഴൊരു കൈയടിയുണ്ട്. പിന്നെ ദാസേട്ടൻ്റെ ഇഷ്ടപ്പെട്ടിട്ടൊരു കൈയടിയുണ്ട്. ഒരു കൈയടി നമുക്ക് ഒരു കൈയടി പിന്നെ ഒരു എനർജിയാണ്. ഇപ്പം നമ്മൾ ഒരുപാട് പഴയ കലാകാരന്മാരെ എല്ലാവരെയും അവതരിപ്പിച്ചു. ഈ പുതിയ തലമുറയിലുള്ള ആരെങ്കിലും സിറാജ് നോട്ടം ഇട്ടിട്ടുണ്ടോ? പുതിയത് ദുൽഖർ പറയാറുണ്ട്. ദുൽഖർ വരട്ടെ. പിന്നെ ഇന്ദ്രജിത്ത് പറയാറുണ്ട്. വരട്ടെ. പപ്പക്കൊരു കാര്യം അറിയാം. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയത് ഷെഫിൻ്റെ പണി ഓടിയായിരുന്നു. പപ്പക്ക് നല്ല ബിസിനസ് മൈൻഡ്. ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞുള്ളൂ, ബാക്കിയില്ല. എന്നിട്ടും കേട്ടാ നഷ്ടത്തില്ല. കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി. പിന്നെ ഇന്ദ്രിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സെഗ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നതാണ്. അതായത് വാത്സല്യം എന്ന ചിത്രത്തിൽ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട്. മേലെയിടത്തിലാകുന്ന ഒരു ചെറ്റ തന്നെ. ആ ഡയലോഗ് ഇന്ദ്രിയത്ത് പറയുമ്പോൾ മേലെയിടത്തിലാകുന്ന ഒരു ചെറ്റ തന്നെയാണ്. ഈ കണ്ട പറമ്പും പുരയിടമൊക്കെ എൻ്റെ ചോരയും നീരും വിയർപ്പ്. അന്ന് ജപ്തി ചെയ്ത് പടിയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. എന്നിട്ട് അതേ നാവുകൊണ്ട് തള്ളിപ്പറഞ്ഞു. മേലെയിടത്തിലാവുന്നവർ നിറയേട് കാണിച്ചിട്ടില്ല, കാണിക്കുകയില്ല. അപ്പോൾ എത്രയോ അല്ലേ ഒരു വലിയ നീണ്ട തലമുറ സിറാജിനിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണട്ടെ. കാരണം വേറൊന്നുമല്ല, ഇതുപോലെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെക്ടറിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. അതല്ല സിറാജ്. 40 വർഷം എന്തുകൊണ്ടാണ് ഇത്രയും സജീവമായിട്ട് ഇനി മുമ്പോട്ട് നിൽക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ തെളിയിച്ചു.